വാർത്തയിലേക്ക് പോകുമ്പോൾ തിരുവനന്തപുരം കിളിമാനൂരിൽ വാക്ക് തർക്കത്തിനിടെ കാർ ദേഹത്തേക്ക് ഇടിച്ചുകയറ്റി. വാഹനം പാർക്ക് ചെയ്തതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കാരണം. 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സിജോ വി ജോൺ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ, നോക്കൂ, 2 പേർ സംസാരിച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നം, അതാണ് ഇത്ര ക്രൂരമായി ഒരു വൈരാഗ്യ ബുദ്ധിയിലേക്ക് കടന്ന് വാഹനം ഇടിപ്പിക്കാനുണ്ടായ ഒരു സാഹചര്യം. എന്താണ് ശരിക്കും നടന്നത് അവിടെ? ഇന്നലെ രാത്രി 10:30യോടെയാണ് സംഭവം. കിളിമാനൂർ ജംഗ്ഷനിൽ തന്നെയാണ് ഈ ഇൻസിഡന്റ് നടക്കുന്നത്. ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്തതിന്റെ തൊട്ടടുത്ത ഒരു വീടുണ്ട്. ആ വീട്ടുടമസ്ഥന്റെ പേര് വിനോദ് എന്നാണ്. അയാൾ വരുന്ന സമയത്ത് ഈ വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അവിടുന്ന് ഈ വാഹനങ്ങൾ മാറ്റണമെന്ന് വിനോദ് ആവശ്യപ്പെട്ടു. എന്നാൽ ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്ന ആളുകൾ ആ സമയത്ത് അവിടെ നിന്ന് തയ്യാറായില്ല. തൊട്ടടുത്തൊരു കടയുണ്ട്, ആ കടയിൽ വന്നതാണ്, അതുകൊണ്ട് ഇപ്പോൾ മാറ്റാൻ പറ്റത്തില്ല നിലപാട് എടുക്കുകയും ചെയ്യുന്നു. അത് ഈ വിനോദും ആ വാഹനം ഓടിച്ചിരുന്ന ആളുകൾ തമ്മിലുള്ള തർക്കത്തിലേക്ക് എത്തുന്നു. തുടർന്ന് അത് വലിയ ബഹളമായി മാറുകയും ചെയ്യുന്നു. ആ സമീപമുള്ള പ്രദേശത്തുള്ള ആളുകൾ കൂടി അങ്ങോട്ട് വരികയും ചെയ്യുന്നു. അങ്ങനെ തർക്കം രൂക്ഷമായി നിൽക്കുമ്പോഴാണ് ആ 2 കാറുകളിലുണ്ടായിരുന്ന പിറകിലുള്ള കാറിലുണ്ടായിരുന്ന ആളുകൾ വന്ന് വാഹനമെടുത്ത് ഈ സംസാരിച്ചുകൊണ്ടിരുന്ന ആളുകൾക്കിടെ, ആ പ്രദേശത്തുള്ള ആളുകൾക്കിടയിലേക്ക് ഇടിച്ച് കയറ്റുന്നത്. 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വാഹനം ഓടിച്ചിരുന്ന ആളുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ഇവരെ തിരിച്ചറിഞ്ഞുവെന്നും ഇവരെ ചോദ്യം ചെയ്തും മറ്റ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ അവർ പിടികൂടി അറസ്റ്റ് ചെയ്യപ്പെടുന്ന തുടർ നടപടികളിലേക്ക് പോകുന്നുവെന്നാണ് കിളിമാനൂർ പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഈ പരാതിക്കാരൻ ആ വീട്ടുടമയായിട്ടുള്ള വിനോദ് ആണ് പോലീസിൽ പരാതി നൽകിയിരുന്നത്. ഈ വാഹനം ഓടിച്ചിരുന്നവർ മദ്യപിച്ചിരുന്നു എന്നൊരു കാര്യവും പോലീസ് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. അത്തരത്തിൽ മദ്യപിച്ചിരുന്നു എന്നുള്ളത് സംബന്ധിച്ചൊക്കെ ഇവരെ പിടികൂടിയതിന് ശേഷം വൈദ്യപരിശോധന നടത്താൻ വേണ്ടിയിട്ടാണ് തീരുമാനം. എന്തായാലും അജി പറഞ്ഞതുപോലെ തന്നെ ഒരു വാഹനം മാറ്റിയിട്ടാലുള്ള അവിടെ നിന്ന് തീരുന്ന ഒരു പ്രശ്നമായിരുന്നു. അതാണ് വലിയ വാക്കുതർക്കത്തിലേക്കും പിന്നീട് ആളെ അപായപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങളിലേക്കും പോകുന്ന അവസ്ഥയുണ്ടായത്.